പോലെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരുപോലെ ഇന്ന് മഴക്കെടുതികൾ ഉണ്ടായി. പല സ്ഥലത്തും കടലാക്രമണം ഉണ്ടായി. കടലാക്രമണം അതിരൂക്ഷമായി ചെല്ലാനം പോലെയുള്ള സ്ഥലങ്ങളിൽ തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണിച്ചു തരുന്നത്. കനത്ത മഴയിൽ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം വീടിന്റെ മൺഭിത്തി തകർന്നു. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിന് മുൻപിൽ കൂറ്റൻ പരസ്യബോർഡ് നിലംപൊത്തി. ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണു. കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഏലപ്പാറ ഗോണാമിയിൽ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. ഇടുക്കി വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിലേക്ക് ഇല്ലിക്കൂട്ടം മറിഞ്ഞു വീണു. രാത്രി പെയ്ത മഴയിൽ മലയോര മേഖലയിലെ പ്രധാന പാതകളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണുമാറ്റി പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലെത്തിയതോടെ കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ്. മൂന്നാറിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അരയാഞ്ഞിലിമൺ കുറുമ്പൻമൊഴി കോസ്വേ പൂർണ്ണമായും മുങ്ങി. 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കോന്നി തണ്ണിത്തോട് പഞ്ചായത്ത് മൈതാനത്തിന്റെ മതിൽ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ആവണിപ്പാറ നിവാസികൾ ഒറ്റപ്പെട്ടു. അച്ചൻകോവിലാറ്റിലൂടെ കയറിൽ പിടിച്ച് സാഹസികമായി തോണിയാത്ര നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കോട്ടയം ജില്ലയിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇന്നലെ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആലുവ പെരിയാർ തീരത്ത് കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴകി. മട്ടാഞ്ചേരി ബസാറിൽ പുരാതന കെട്ടിടം തകർന്നു. 5 കുടുംബങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. കാക്കനാട് തെങ്ങോട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാം തുറന്നു. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പാലക്കാട് ആലത്തൂർ പത്തനാപുരത്ത് നടപ്പാലം തകർന്നു വീണു. 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. മഴയ്ക്ക് പിന്നാലെ കടൽക്ഷോഭവും അതിരൂക്ഷമാകുന്നു. ആലപ്പുഴ എറണാകുളം തീരദേശ പാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതവും പ്രതിസന്ധിയിലായി. വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുകയാണ്. മഴ കനത്തതോടെ ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് കണ്ണൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കണ്ണൂർ തലശ്ശേരി തലായിയിൽ ദത്താത്രേയ മഠത്തിന് സമീപത്ത് വീട്ടിലെ കിണർ 3 മീറ്ററോളം താഴ്ന്നു. ചെറുപുഴ പെരുങ്കുടലിൽ മുറ്റത്തെ സംരക്ഷണ ഭിത്തിയും മതിലുമിടിഞ്ഞ് സമീപത്തെ വീട്ടിലേക്ക് പതിച്ചു. കണ്ണൂർ പനോന്നേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. കനത്ത മഴയിൽ മുളപ്രപ്പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. നടാലിലെ കടകളിൽ വെള്ളം കയറി. പയ്യന്നൂരിൽ കനത്ത കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായി. മലപ്പുറം എടവണ്ണയിൽ റോഡിൽ മരം കടപുഴകി വീണു. കോഴിക്കോട് കടലുണ്ടിയിൽ വീടിന് മുകളിലേക്ക് മാവ് കടപുഴകി വീണു. മഴക്കാലത്തിന് മുൻപ് തീരദേശ ജനത പറഞ്ഞ വാക്ക് സർക്കാർ കേട്ടിരുന്നുവെങ്കിൽ കണ്ണമാലി തീരത്തെ ജനങ്ങൾക്ക് ഇന്നീ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. തീരദേശത്തെ അനുഭവസമ്പന്നരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ഇനിയെങ്കിലും തയ്യാറാകുമോ? നിഖിലിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി.